ഡിജോ ജോസ് ആന്റണിക്ക് എന്ത് സംഭവിച്ചു? ഏകദേശം 4 വർഷം മുൻപ്, അതായത് 2022 ഏപ്രിൽ 28-ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഉള്ളറകൾ തുറന്നു കാണിച്ച് ഓരോ സീനിലും പ്രേക്ഷകരെ രോമാഞ്ചം കൊള്ളിച്ച് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എത്തുന്നു. ഇതിനെങ്ങനെ സെൻസറിങ് കിട്ടി, ഇതെന്തുകൊണ്ട് വിലക്കിയില്ല എന്ന് സിനിമാ ലോകം ഒന്നടങ്കം ചിന്തിച്ചു പോയ ചിത്രം ജനഗണമന. റിലീസിന് മുമ്പ് അവർ ഇറക്കിയ ഒരേ ഒരു പ്രൊമോ തന്നെ ധാരാളമായിരുന്നു ആളുകൾക്ക് തിയേറ്ററിലേക്ക് ഇടിച്ചു കയറാൻ. ആ ഒരൊറ്റ പടം കൊണ്ട് ഇന്ത്യൻ സിനിമയെ വരെ ഞെട്ടിച്ച സംവിധായകനാണ് ഡിജോ ജോസ് ആന്റണി. പക്ഷെ ഇന്ന് അതേ സംവിധായകന്റെ കരിയർ ഗ്രാഫ് നോക്കി സിനിമാ ലോകവും നമ്മൾ പ്രേക്ഷകരും ചോദിക്കുന്ന ചില ചൂടൻ ചോദ്യങ്ങളുണ്ട്. ചിന്തിച്ചു നോക്കിക്കേ, റോക്കറ്റ് പോലെ കുതിച്ചേർന്ന ആ കരിയർ ഗ്രാഫ് എങ്ങനെയാണ് പാതാളത്തിലേക്ക് കുത്തനെ വീണത്? നമ്മളെ ത്രില്ലടിപ്പിച്ച ജനഗണമന ഡിജോയ്ക്ക് ലോട്ടറി അടിച്ചതുപോലെ കിട്ടിയ വെറുമൊരു ഭാഗ്യം മാത്രമായിരുന്നു, അതോ ആ സിനിമയുടെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡും സ്ക്രിപ്റ്റ് ഡോക്ടറും പൃഥ്വിരാജ് സുകുമാരനായിരുന്നു? പ്രൊമോകളില്ലാത്ത സീനുകൾ കാണിച്ചും സിനിമയുടെ വാലറ്റത്ത് സെക്കൻഡ് പാർട്ട് വരുമെന്ന് പറഞ്ഞും ഡിജോ നമ്മൾ പ്രേക്ഷകരെ തുടർച്ചയായി വിഡ്ഢികളാക്കുകയാണോ? അതിലൊക്കെയുപരി സ്ത്രീകളുടെ മാനത്തിനും നീതിക്കും വേണ്ടി ജനഗണമനയിലും ക്യൂനിലും ഘോരഘോരം സംസാരിച്ച അതേ സംവിധായകൻ തന്നെയാണോ പുതിയ ചിത്രത്തിൽ നായികയ്ക്ക് നേരെയുണ്ടായ ഒരു റേപ്പ് അറ്റംപ്റ്റിനെ വളരെ ചീപ്പായ ഒരു കോമഡി സീനാക്കി മാറ്റിയത്? ഇതെങ്ങനെയാണ് ഈ സംവിധായകന് സാധിക്കുന്നത്? സത്യം പറഞ്ഞ ഡിജോ ജോസ് ആന്റണി ഒരു നല്ല സംവിധായകനാണോ, അതോ സ്ക്രിപ്റ്റ് പാളിയിൽ അടിതെറ്റുന്ന വെറും ടെക്നീഷ്യൻ മാത്രമാണോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജോ ജോസ് ആന്റണി എന്ന സംവിധായകന്റെ കരിയർ ഗ്രാഫും സിനിമകളെ ഫാക്ടുകളും ആ പരാജയങ്ങളുടെ യഥാർത്ഥ കഥയുമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എസന. ഇവിടെ നമ്മൾ അധികം ആരും സംസാരിക്കാത്ത ചില സിനിമാ വിശേഷങ്ങളും ഫാക്ടുകളുമാണ് ചർച്ച ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോ. നമുക്ക് നേരെ മാറ്ററിലേക്ക് പോവാം. വലിയ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നൊന്നുമല്ല ഡിജോയുടെ വരവ്. പഠിത്തം കഴിഞ്ഞ ഒരു സാധാരണ IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരൻ. പക്ഷെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് അവന്റെ മനസ്സ് തുടിച്ചത് സിനിമയുടെ വെള്ളിത്തിരയിലായിരുന്നു. IT ജോലിക്കൊപ്പം ഷോർട്ട് ഫിലിമുകൾ ചെയ്താണ് ഡിജോ സിനിമാ യാത്ര തുടങ്ങുന്നത്. ആ പാഷനും കഠിനാധ്വാനവുമാണ് 2018-ൽ അദ്ദേഹത്തെ ആദ്യ ബിഗ് സ്ക്രീൻ റിലീസിലേക്ക് എത്തിച്ചത്. 2018-ൽ ഫാരിസ് മുഹമ്മദും ജിബിൻ ജോസഫ് ആന്റണിയും ചേർന്ന് എഴുതി ഡിജോ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ക്യൂൻ തിയേറ്ററുകളിൽ എത്തുന്നു. ഒരു കൂട്ടം പുതുമുഖങ്ങൾ, സാനിയ അയ്യപ്പനും ധ്രുവനും ഉൾപ്പെടെയുള്ളവരുടെ തുടക്കം, ഒപ്പം ജെക്സ് ബിജോയുടെ തിയേറ്ററിൽ കുലുക്കിയ പാട്ടുകളും. ക്യാമ്പസ് പശ്ചാത്തലത്തിൽ വന്ന ചിത്രം യുവാക്കൾക്കിടയിൽ വൻ ഹിറ്റായി മാറി. പക്ഷെ സത്യം പറയാമല്ലോ, ഈ സിനിമ ഹിറ്റായെങ്കിലും ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ കുറച്ചധികം ക്രിഞ്ച് ആയിരുന്നു. സിനിമയിൽ കാണിച്ച എഞ്ചിനീയറിംഗ് കോളേജും റിയൽ ലൈഫ് എഞ്ചിനീയറിംഗ് കോളേജും തമ്മിൽ വലിയ രീതിയിൽ വ്യത്യാസമുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സെക്കൻഡ് ഇയറിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുമ്പോഴാണ് ഈ സിനിമ റിലീസാകുന്നത്. കൂടെ റൂമിലുണ്ടായിരുന്ന മെക്കാനിക്കൽ സ്റ്റുഡൻസ് പടം കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. സിനിമയിൽ കാണിച്ച മെക്ക് ക്ലാസും യഥാർത്ഥവും തമ്മിൽ അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു. എന്റർടൈൻമെന്റിന് വേണ്ടി വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരുന്നു സിനിമയിൽ വരുത്തിയത്. പക്ഷെ പടം സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ ട്രാക്ക് മാറി. സെലിംകുമാറിന്റെ വരവോടെ തിയേറ്റർ ചൂട് പിടിച്ചു. അവിടെയാണ് ഡിജോ എന്ന സംവിധായകന്റെ മാജിക് വർക്ക് ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ എത്ര ക്രിഞ്ച് അടിച്ചാലും സെക്കൻഡ് ഹാഫിലെ ആ കോർട്ട്റൂം ഡ്രാമയും നിർഭയ കേസിനെ അനുസ്മരിക്കുന്ന രീതിയിൽ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംസാരിച്ച ആ ഇമോഷണൽ ക്ലൈമാക്സും തിയേറ്ററിൽ തീപ്പൊരി പാറിച്ചു. ആദ്യ സിനിമയിലെ തുടക്കക്കാരന്റെ പാളിച്ചകൾ ഉണ്ടായിരുന്നിട്ട് പോലും പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കുന്ന ഒരു കണ്ടന്റ് ഡെലിവർ ചെയ്തതോടുകൂടെ ഡിജോ മലയാളത്തിലെ പ്രോമിസിംഗ് ഡയറക്ടറായി മാറി. അവിടെ നിന്നാണ് ഡിജോ തന്റെ അടുത്ത കളി തുടങ്ങുന്നത്. മലയാള സിനിമ ഇതുവരെ കാണാത്ത ഒരു മാസ്റ്റർ പീസ്. പക്ഷെ ആ വിജയത്തിന് പിന്നിൽ വലിയൊരു രഹസ്യം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കാം. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2022-ൽ ഡിജോ ജോസ് ആന്റണി എന്ന സംവിധായകന്റെ കരിയർ ഗ്രാഫ് റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. ഫാരിസ് മുഹമ്മദിന്റെ തിരക്കഥയിൽ പൃഥ്വിരാജും സുരാജും തകർത്തഭിനയിച്ച ജനഗണമന തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചു. ലിസ്റ്റിൻ സ്റ്റീഫന്റെയും പൃഥ്വിരാജിന്റെയും നിർമ്മാണത്തിൽ വന്ന പാൻ ഇന്ത്യൻ ഹിറ്റ്. നമ്മൾ നിത്യേന വാർത്തകളിൽ കാണുന്ന രാജ്യത്തെ സാമൂഹിക വിഷയങ്ങൾ, ഡൽഹിയിലെയും ഹൈദരാബാദിലെയും റിയൽ ലൈഫ് സംഭവങ്ങൾ, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, വ്യാജ ഏറ്റുമുട്ടലുകൾ, മീഡിയ ട്രയലുകൾ, ഇതെല്ലാം കൃത്യമായി കണക്ട് ചെയ്ത ഒരു മാസ്റ്റർ പീസ്. ഓരോ ഡയലോഗും പ്രേക്ഷകന് നൽകിയത് ഒന്നാം തരം രോമാഞ്ചമായിരുന്നു. ഈ അടുത്ത് ഡൽഹി കേസ് വന്നപ്പോൾ പോലും പലരും ഈ സിനിമയിലെ ഡയലോഗുകൾ സ്റ്റാറ്റസ് ഇട്ടത് നമ്മൾ കണ്ടതാണ്. അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു ഈ സിനിമ കൺവേ ചെയ്ത കണ്ടന്റ്. പക്ഷെ ഇവിടെ നമ്മൾ തീർച്ചയായും സംസാരിക്കേണ്ട മറ്റൊരു ഫാക്ടർ കൂടെയുണ്ട്, പൃഥ്വിരാജ് സുകുമാരൻ. പൃഥ്വിരാജ് ആ സിനിമയിലെ നായകൻ മാത്രമല്ല, നിർമ്മാതാവും കൂടെയായിരുന്നു. സിനിമയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ മുതൽ എഡിറ്റിംഗ് ടേബിളിൽ വരെ പൃഥ്വിരാജ് എന്ന മാസ്റ്റർ ബ്രെയിനിന്റെയും ക്രാഫ്റ്റ്മാന്റെയും വ്യക്തമായ സ്വാധീനമുണ്ടായിരിക്കും. ഡിജോയുടെ എനർജറ്റിക് ആയ മേക്കിങ്ങിനൊപ്പം പൃഥ്വിരാജിന്റെ ബുദ്ധിയും കൃത്യമായ ഗൈഡൻസും ചേർന്നപ്പോഴാണ് ജനഗണമന എന്ന മാസ്റ്റർ പീസ് പിറന്നത്. പക്ഷെ ഈ വൻ വിജയത്തിനിടയിലും ഡിജോ പ്രേക്ഷകരോട് കാണിച്ച ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് ഗെയിമിംഗ് നമ്മൾ ചർച്ച ചെയ്തേ പറ്റൂ. അതെന്താണെന്നല്ലേ പറയാം. ഡിജോ ഷാരിസ് കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സിനിമയിലെ വിഷ്വലുകൾ ഉപയോഗിക്കാതെ സെപ്പറേറ്റ് പ്രൊമോ ഷൂട്ട് നടത്തുക എന്നത്. ജനഗണമന റിലീസാകുന്നതിന് മുൻപേ വന്ന ആ പ്രൊമോ ട്രെയിലർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പൃഥ്വിരാജിന്റെ കഥാപാത്രത്തെ സുരാജ് വെഞ്ഞാറാമൂട് ചോദ്യം ചെയ്യുന്ന ആ തീപ്പൊരി സീൻ. തിയേറ്ററിൽ പോയ നമ്മൾ എല്ലാവരും ഈ സീൻ സ്ക്രീനിൽ കാണാൻ കാത്തിരുന്നു. പക്ഷെ സിനിമയിൽ ആ സീൻ ഉണ്ടായിരുന്നില്ല. അത് പോരാഞ്ഞിട്ട് സിനിമയുടെ എൻഡ് ക്രെഡിറ്റിൽ കുറെ പുതിയ സീനുകൾ കാണിച്ച് ഡിജോ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ കളി നടക്കാൻ പോകുന്നത് ജനഗണമന സെക്കൻഡ് പാർട്ടിലാണ്. എന്നാൽ മാസങ്ങൾക്ക് ശേഷം നടൻ സുരാജ് തന്നെ
തന്നെ അഭിമുഖങ്ങളിൽ രണ്ടാം ഭാഗത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. ശരിക്കും സെക്കൻഡ് പാർട്ട് ഒന്നും ഇല്ലെന്നും പ്രൊമോഷന് വേണ്ടി ചെയ്ത ഒരു ഗിമ്മിക്കാണെന്നും പിന്നീട് വെളിപ്പെട്ടു. സത്യം പറഞ്ഞ ആ പ്രൊമോഷൻ ഐഡിയ ബ്രില്യന്റ് ആയിരുന്നു. പ്രേക്ഷകരിൽ ആകാംക്ഷ ജനിപ്പിക്കാൻ അതിന് കഴിഞ്ഞു. പക്ഷെ പ്രൊമോ വീഡിയോകൾ ഗംഭീരമാക്കി പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാനുള്ള ഡിജോയുടെ ഈ മാർക്കറ്റിംഗ് ബ്രില്യൻസ് പലപ്പോഴും സിനിമയുടെ ഉള്ളടക്കത്തിൽ കാണാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജനഗണമനയുടെ വൻ വിജയത്തിന് ശേഷം ഡിജോ ഷാരിസ് കൂട്ടുകെട്ടിൽ നിവിൻ പോളിയെ നായകനാക്കി 2024 മലയാളി ഫ്രം ഇന്ത്യ എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. ഇവിടെയും ഡിജോ തന്റെ ആ പ്രൊമോ തന്ത്രം പയറ്റി. നിവിൻ പോളിയും ധ്യാനമുള്ള ഒരു കോമഡി ഷോർട്ട് പ്രൊമോ ഇറക്കിയാണ് ഹൈപ്പ് ഉണ്ടാക്കിയത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ പ്രൊമോ നൽകിയ ഹൈപ്പ് ചില്ലറയൊന്നുമായിരുന്നില്ല. പക്ഷെ തിയേറ്ററിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. പ്രൊമോയിൽ കണ്ട ആ എനർജി സിനിമയിൽ എങ്ങും ഉണ്ടായിരുന്നില്ല. ഡിജോയുടെ കരിയോഗ്രാഫ് കുത്തിന് താഴേക്ക് വീണ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ട പ്രേക്ഷകർക്ക് തോന്നിയത് ഏതോ പഴഞ്ചൻ കോമഡി സിനിമ കാണുന്ന ഫീൽ ആയിരുന്നു. നിവിൻ പോളിയുടെ സ്വാഭാവിക തമാശകൾക്ക് പോലും ആ സ്ക്രിപ്റ്റിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഇന്റർവ്യൂ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴോ സിനിമയുടെ ടോൺ തന്നെ അടിമുടി മാറി. എന്തോ വലിയ ലോക സമാധാന സന്ദേശം തരാൻ വേണ്ടി ഒരു 2.5 മണിക്കൂർ മോറൽ സയൻസ് ക്ലാസ് എടുക്കുന്ന ഫീലാണ് പ്രേക്ഷകന് ലഭിച്ചത്. ഇന്ത്യൻ പാകിസ്ഥാൻ രാഷ്ട്രീയം പറയാൻ നോക്കി അതൊട്ടും ഇമോഷണലി കണക്ട് ആവാതെ വൻ കല്ലുകടിയായി മാറി. ജനഗണമനയിൽ രാഷ്ട്രീയം എത്ര കൃത്യമായി പറഞ്ഞോ അതിന് നേരെ വിപരീതമായി പ്രേക്ഷകനെ വെറുപ്പുളവാക്കുന്ന രീതിയിലാണ് ഈ സിനിമയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അങ്ങനെ വൻ ഹൈപ്പിൽ വന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ബോക്സ് ഓഫീസിൽ 8 നിലയിൽ പൊട്ടി. ഡിജോയുടെ ഈ 3 സിനിമകളുടെയും എഴുത്തുകാരൻ ഷാരിസ് മുഹമ്മദ് ആണ്. ഇവരുടെ സിനിമകളിൽ ഒരു സ്ഥിരം പാറ്റേൺ നമുക്ക് സ്ക്രിപ്റ്റുകളിൽ കാണാം. ദ ഷാരിസ് ഡിജോ ഫോർമുല. ക്യൂൻ മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകൾ എടുത്താൽ രണ്ടിന്റെയും ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡിയും യൂത്ത് എലമെന്റുകളുമാണ്. രണ്ടാം പകുതിയിൽ വലിയൊരു സാമൂഹിക വിഷയത്തിലേക്ക് ഇത് കൊണ്ടുപോകും. ജനഗണമനയിൽ ആദ്യം തൊട്ടേ വലിയ സാമൂഹിക വിഷയമാണ് സംസാരിച്ചത്. ജനഗണമനയിൽ ഈ ഫോർമുല കൃത്യമായി വർക്കായി. പുതിയ ചിത്രമായ പള്ളിച്ചട്ടമ്പിയിൽ എത്തിയപ്പോഴേക്കും ഈ ഫോർമുല പാടെ പാളിപ്പോയി. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ക്രിപ്റ്റ് റൈറ്റർ മാറി. ദാദാ സാഹിബ്, ഷിക്കാർ എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്തായ എസ് സുരേഷ് ബാബുവാണ് പള്ളിച്ചട്ടമ്പിയുടെ എഴുത്തുകാരൻ. ഏകദേശം 2019-20 കാലഘട്ടത്തിൽ പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു ഇത്. കേരളത്തിൽ 1950കളിലെ വിമോചന സമരകാലത്ത് നടന്ന ചില യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി എഴുതിയ സ്റ്റോറി. 2022 ഒരു ഇന്റർവ്യൂവിൽ സുരേഷ് ബാബു തന്നെ എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഡിലേ ആയതെന്ന് പറയുന്നുണ്ട്. ഒരു പീരിയോഡിക് ആക്ഷൻ ഡ്രാമ എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് വേണമായിരുന്നു. അതുകൊണ്ട് പടം ഹോൾഡ് ആയിപ്പോയി. പിന്നീട് പൃഥ്വിരാജിലേക്ക് സിനിമ എത്തിയെന്നും അത് കഴിഞ്ഞ് ടോവിനോയിലേക്ക് മാറിയെന്നും റൂമറുകൾ ഉണ്ടായിരുന്നു. ഏതായാലും മിന്നൽ മുരളിക്ക് ശേഷം ടോവിനോയ്ക്ക് കിട്ടിയ സ്വീകാര്യതയും ജനഗണമനയ്ക്ക് ശേഷം ഡിജോയ്ക്ക് കിട്ടിയ ഹൈപ്പും കൊണ്ടാണ് ഏകദേശം 45 കോടിക്കടുത്ത് ബഡ്ജറ്റുള്ള ഈ ബിഗ് പ്രൊജക്ട് ഓണായത്. പക്ഷെ തിയേറ്ററിൽ റിലീസ് ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ദയനീയമായി പരാജയപ്പെടുകയും നിർമ്മാതാവിന് താങ്ങാനാവാത്ത സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കുകയും ചെയ്തു. ഡയലോഗുകൾ എടുത്താലും സീനുകൾ എടുത്താലും സിനിമയിൽ എന്തൊക്കെയോ മിസ് ചെയ്യുന്ന പോലെ തോന്നി. ഈ സിനിമയുടെ പരാജയത്തിനപ്പുറം ഇതിലെ ഒരു സീൻ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ട് എനിക്ക് തോന്നി. കഴിഞ്ഞ ആഴ്ച OTT ഇറങ്ങിയ സിനിമയെ പറ്റി അധികമാരും ഇത് സംസാരിച്ചു കണ്ടിട്ടില്ല. ചിത്രത്തിലെ നായികയുടെ ഇൻട്രൊഡക്ഷൻ സീൻ. ആ സീനിൽ ഒരു വയസ്സായ ആളിൽ നിന്ന് നായികയ്ക്ക് നേരിടേണ്ടി വരുന്നത് ഒരു റേപ്പ് അറ്റംപ്റ്റ് ആയിരുന്നു. നായകൻ വന്ന് നായികയെ രക്ഷിക്കുന്നതാണ് ആ രംഗം. പക്ഷെ ചിന്തിച്ചു നോക്കിക്കേ, ഇത്രയും സെൻസിറ്റീവും ഗൗരവമുള്ളതുമായ ഒരു വിഷയത്തെ വളരെ ചീപ്പായ രീതിയിൽ ഒരു കോമഡി സീനായിട്ടാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് വളരെ മോശമായ രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ശക്തമായി വിമർശിക്കേണ്ടത്. ഒരു സ്ത്രീക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമത്തെ എങ്ങനെയാണ് ഒരു സംവിധായകന് കോമഡിയായി ചിത്രീകരിക്കാൻ കഴിയുന്നത്? അതും ജനഗണമന പോലൊരു സിനിമയിൽ സ്ത്രീകളുടെ മാനത്തിനും നീതിക്കും വേണ്ടി ഘോരഘോരം സംസാരിച്ച അതേ സംവിധായകൻ. പടം മൊത്തം നെഗറ്റീവായപ്പോ ഇതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോയില്ലെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, ഇവിടെയും ഡിജോ തന്റെ പഴയ തട്ടിപ്പ് തന്ത്രം ആവർത്തിച്ചു. തിയേറ്ററുകളിൽ വൻ പരാജയമായി മാറിയ ഈ സിനിമയുടെ വാലറ്റത്തും ഡിജോ കൊടുത്തു അടുത്ത സെക്കൻഡ് പാർട്ട് ഹൈപ്പ്. എന്തൊരു പ്രഹസനമാണിത്. ഇപ്പോൾ നമ്മൾ ആ പ്രധാന ചോദ്യത്തിലേക്ക് വരികയാണ്. ഡിജോ ജോസ് ആന്റണി യഥാർത്ഥത്തിൽ ഒരു നല്ല സംവിധായകനാണോ അതോ മോശം സംവിധായകനാണോ? ഇതിന്റെ ഉത്തരം ഇരിക്കുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റിൽ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഡിജോ ജോസ് ആന്റണി എന്നത് വളരെ ബ്രില്യന്റ് ആയ ഒരു എക്സിക്യൂട്ടറാണ്. അതായത് കയ്യിൽ കിട്ടുന്ന സ്ക്രിപ്റ്റിലെ സീനുകൾ പരമാവധി എനർജിയോടെ മാസ് ഫിൽം മേക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് അപാരമായ കഴിവുണ്ട്. ജനഗണമനയിൽ സ്ക്രിപ്റ്റ് വളരെ ടൈറ്റ് ആയിരുന്നു. ഒപ്പം പൃഥ്വിരാജ് എന്ന മാസ്റ്റർ ബ്രെയിൻ ആ സ്ക്രിപ്റ്റിലെ പാളിച്ചകൾ ഫിൽട്ടർ ചെയ്യുകയും കൂടി ചെയ്തപ്പോൾ ഡിജോയുടെ മേക്കിംഗ് കൂടെ ചേർന്നപ്പോൾ തിയേറ്ററുകൾ തീപ്പൊരി പാറി. പക്ഷെ പിന്നീടുള്ള സിനിമകളിൽ എന്താണ് സംഭവിച്ചത്? ഷാരിസ് മുഹമ്മദിന്റെ സ്ക്രിപ്റ്റിൽ തന്നെ അനാവശ്യമായ ക്രിഞ്ചും ലോജിക്കും ഇല്ലാത്ത കോമഡികളും വെറുപ്പിക്കുന്ന ഉപദേശങ്ങളും നിറഞ്ഞിരുന്നു. ഇവിടെയാണ് ഡിജോ എന്ന സംവിധായകൻ അടിതെറ്റിയത്. സ്ക്രിപ്റ്റ് പാളിയപ്പോൾ ഡിജോയുടെ മേക്കിംഗും പാളി. അതായത് ഡിജോ എന്ന സംവിധായകന്റെ കയ്യിലേക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ അദ്ദേഹം അത് ഗംഭീരമാക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. സിനിമയിലെന്നും സ്ക്രിപ്റ്റ് തന്നെയാണല്ലോ രാജാവ്. പിന്നെ ജനഗണമന എടുത്ത ഡയറക്ടർ ഇങ്ങനെയൊക്കെ സിനിമ ചെയ്യുമ്പോൾ ആൾക്കാർക്കുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ന്യായമുണ്ട്, അമർശങ്ങൾക്ക് ന്യായമുണ്ട്. തുടർച്ചയായ ബിഗ് ബഡ്ജറ്റ് പരാജയങ്ങളും പള്ളിച്ചട്ടമ്പിയിലേതുപോലുള്ള തരംതാണ കോമഡി സീനുകളും പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഫേക്ക് എൻഡുകളും ഡിജോ ജോസ് ആന്റണി എന്ന സംവിധായകന്റെ കരിയർ ഗ്രാഫിനെ ഇപ്പോൾ വളരെ താഴെയാണ് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ മലയാള സിനിമ പ്രേക്ഷകരായ നമ്മൾ ആരും ഡിജോയെ വെറുക്കുന്നില്ല. കാരണം നമ്മൾ
നമ്മൾ ഇന്നും ജനഗണമന തന്ന ആ വലിയ രോമാഞ്ചത്തിന്റെ ലൂപ്പിൽ തന്നെയാണുള്ളത്. സുരാജിന്റെ ഇൻവെസ്റ്റിഗേഷനും പൃഥ്വിരാജിന്റെ കോർട്ട് റൂം ഫയറും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ ഒരു മാജിക് തന്ന സംവിധായകനിൽ നിന്നും നമ്മൾ ഒരിക്കലും ക്രിഞ്ച് കോമഡികളോ സ്ത്രീവിരുദ്ധ രംഗങ്ങളോ ഇത്തരം ചീപ്പ് മാർക്കറ്റിംഗ് തട്ടിപ്പുകളോ അല്ല പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വേണ്ടത് പ്രേക്ഷകരെ ബഹുമാനിക്കുന്ന, സമൂഹത്തോട് സംവദിക്കുന്ന, കട്ട കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ആ പഴയ ഡിജോ ജോസ് ആന്റണിയെയാണ്. തന്റെ പാളിച്ചകളെല്ലാം തിരുത്തി യാതൊരുവിധ ഗിമ്മിക്കുകളും ഇല്ലാതെ വളരെ ശക്തമായ ഒരു സിനിമയുമായി ഡിജോ തിരികെ വരും എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇമോഷണലായി ആഗ്രഹിക്കുന്നത്. ആ ഒരു ഗംഭീര കംബാക്കിനായി നമുക്ക് കാത്തിരിക്കാം. അടുത്ത സിനിമ ഡിജോ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, ഡിജോ ജോസ് ആന്റണിയുടെ സിനിമകളെ കുറിച്ചും ആ കരിയർ ഗ്രാഫിനെ കുറിച്ചും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഡിജോയ്ക്ക് ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കഴിയുമോ? താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു കിടിലൻ സിനിമാ വിശേഷമായി കാണുന്നത് വരെ ദിസ് ഈസ് ഹേസന സൈനിങ് ഓഫ്.